ശപിക്കപ്പെട്ട ഒരുവന്റെ ജീവിതം എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാക്കി മാറ്റാൻ കഴിയും എന്ന് ചിന്തിച്ചാൽ ഒരേ ഒരു മറുപടിയേ ഉള്ളൂ. യേശുക്രിസ്തു വന്ന ഏകരക്ഷകനിലൂടെ നമ്മുടെ ശപിക്കപ്പെട്ട ജീവിതത്തെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാക്കി മാറ്റാൻ കഴിയും. എല്ലാ മനുഷ്യന്റെയും ഹൃദയത്തിലെ ആഗ്രഹമാണ് ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കുക എന്നുള്ളത്. എത്ര ശ്രമിച്ചിട്ടും എങ്ങനെയൊക്കെ നോക്കിയിട്ടും അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതം നയിക്കാൻ കഴിയാത്ത ധാരാളം പേരെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചിലർ ചോദിക്കുന്നൊരു ചോദ്യം, ശാപം ചുമക്കാനാണോ ദൈവം ഞങ്ങളെ ഭൂമിയിൽ ജനിപ്പിച്ചത്? ഞങ്ങൾ എന്തു തെറ്റ് ചെയ്തു ഇങ്ങനെ ഒരു ശപിക്കപ്പെട്ട ജീവിതത്തിലേക്ക് ഞങ്ങളായിത്തീരുവാൻ? 100 ചോദ്യങ്ങൾ മനസ്സിൽ ഉയരുന്നു. ദൈവം തൻ്റെ സ്വന്തം ജനത്തോട് പറഞ്ഞൊരു സന്ദേശമാണ് ഇന്ന് നിങ്ങൾക്ക് കൈമാറുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ തന്നിരിക്കുക. ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. ആ വാക്യം നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. നീ സകല ജാതികളെക്കാളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ദൈവം തന്റെ ജനത്തിന് വാക്ക് കൊടുക്കുകയാണ്, നീ ഒരു ശപിക്കപ്പെട്ടവനായിട്ടല്ല ജീവിക്കാൻ പോകുന്നത്. സകല ജാതികളിലും വെച്ച് നീ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവനായി ജീവിക്കാൻ പോവുകയാണ്. ശപിക്കപ്പെട്ട ഒരുവന്റെ ജീവിതം എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാക്കി മാറ്റാൻ കഴിയും എന്ന് ചിന്തിച്ചാൽ ഒരേ ഒരു മറുപടിയേ ഉള്ളൂ. യേശുക്രിസ്തു വന്ന ഏകരക്ഷകനിലൂടെ നമ്മുടെ ശപിക്കപ്പെട്ട ജീവിതത്തെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാക്കി മാറ്റാൻ കഴിയും. മനുഷ്യന്റെ മുഴുവൻ ശാപവും ചുമന്ന് ക്രൂശിൽ കയറി നിന്റെയും എന്റെയും ശാപത്തിനും പാപത്തിനും പരിഹാരമുണ്ടാക്കി. സ്തോത്രം. ദാസന്മാരാകുന്ന നമ്മളെ പുത്രന്മാരാക്കി ദൈവം മാറ്റിയത് ക്രിസ്തുവിന്റെ കാൽവറി മരണത്തിലൂടെയാണ്. ഗലാത്യ സഭയോട് പൗലോസ് പറയുമ്പോൾ അബ്രഹാമിൽ പകർന്ന അനുഗ്രഹം യേശുക്രിസ്തുവിലൂടെ ജാതികളിലേക്ക് വരേണ്ടതിന്. സ്തോത്രം. അപ്പം യേശുക്രിസ്തുവിൽ കൂടെയാണ് ഈ അനുഗ്രഹം നമ്മളിലേക്ക് വരുവാൻ കാരണം. എന്താ ഇവിടെ ബൈബിൾ പഠിപ്പിക്കുന്നത്? സ്തോത്രം. സകല ജാതികളെ കാട്ടിലും നീ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് പറയുന്ന ഒരു ദിവസം വരാൻ പോകുന്നു. ക്രിസ്തുവിൽ അധികമായി വിശ്വസിക്കുക. യേശുക്രിസ്തുവിൽ കൂടെ നിനക്ക് ലഭിച്ച ശാപത്തിൽ നിന്നും പാപത്തിൽ നിന്നും ഉള്ള മോചനത്തെ നീ ഓർക്കുക. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ ധ്യാനിക്കുക, ക്രൂശിന്റെ വചനത്തെ ധ്യാനിക്കുക. അവിടെയൊക്കെ നിന്റെ ശപിക്കപ്പെട്ട ജീവിതം വഴിമാറി തന്ന് അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതത്തിലേക്ക് ആയിത്തീരുവാനിടയായി. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ മാതാവേ, പിതാവേ, ദൈവം നിന്നോട് സംസാരിക്കുക. നീ സകല ജാതികളെക്കാളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. അങ്ങനെ വിശ്വസിക്കാം, അങ്ങനെ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഒരു നല്ല ലൈഫ് നയിക്കുവാൻ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് തന്ന മഹാഭാഗ്യത്തിന് നന്ദി. ഞങ്ങൾ സകല ജാതികളെക്കാളും അനുഗ്രഹിക്കപ്പെടുന്നത് കൊണ്ട് സ്തോത്രം. പ്രാർത്ഥിച്ചു ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. നിശ്ചയമായും സകല ജാതികളെക്കാളും നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. God bless.